മിഴി തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. മിഴി തുറക്കും മൊഴികൾ. എനിക്ക് കാണാൻ വയ്യ. ഹലോ, ഗുഡ് മോർണിംഗ് സോമൻജി, പറയൂ. വരൂ മുകളിലോട്ട് കയറി, ഡോറ് തുറന്ന് കിടക്കുക. ഓക്കെ, ഞാനിപ്പോ സുഹൃത്തം അത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. സോമൻജി ഞാനുമായിട്ടുള്ള സീന്. ഓക്കെ, ഹലോ സോമൻജി, കൊറേ സ്ഥലങ്ങളിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള അവസരത്തിലേ വരാം. ഓരോരുത്തരുടെ സമയം അതെങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. എന്നുവെച്ചാല് എല്ലാവരും ബിസിയല്ലേ, ആരാണ് ബിസിയല്ല. വളരെ സന്തോഷം. പ്രിയമുള്ളവരെ, അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും വഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാടക നടനും സംവിധായകനും സർവോപരി മികച്ചൊരു സംഘാടകനും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ രാജേഷ് ബാലകൃഷ്ണനാണ്. എൻ്റെ അനുഭവങ്ങൾ പങ്കിടാമെന്ന അന്താരാഷ്ട്ര അടുക്കളയുടെ സാരഥിയായ സോമൻജിക്കും വൈഫ് ശ്രീമാജിക്കും വളരെ സന്തോഷം. എനിക്ക് വളരെ സന്തോഷം കേട്ടോ, നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും അനുഭവങ്ങളും ഒരുമിച്ച് പങ്കിടാം. ഓക്കെ, താങ്ക് യു. ഇതിപ്പോ അങ്ങയുടെ പുതിയ സംരംഭമാണ് അല്ലേ? എന്താ പറയാ, ജീവിതോപാധിയാണിത്. അതോടൊപ്പം തന്നെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു കലാജീവിതം കൂടി ഇതിന്റെ കൂടെ പോകുന്നു എന്നുള്ളതല്ലേ? തീർച്ചയായും. എത്രയാണ് തുടങ്ങിയിട്ട്? ഇതിപ്പോ ഒരു 3-4 മാസമായി. നമ്മുടെ ലാസ്റ്റ് നോമ്പ് സീസണില് ആ സമയത്താണ് എടുത്തത്. പക്ഷെ അന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇത് ചോദിച്ചപ്പോൾ നമുക്ക് പറ്റിയില്ല കൊടുക്കാൻ. എങ്കിലും കുഴപ്പമില്ല, നമ്മളിത് എടുത്തു. നല്ലൊരു എന്താ പറയാ, നല്ല ഒരു ആംബിയൻസ് ഇവിടെ വന്നപ്പോ ഒരു നല്ലൊരു എന്താ പറയാ, ഒരു നല്ല ആംബിയൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മള് സുജാത മാഷിന്റെ കാര്യം പറയണം. മാഷാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്തതും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. പിന്നെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു, സത്യദാസ്, പിന്നെ നമ്മുടെ ബാബുച്ചായൻ, പിന്നെ നമ്മുടെ റൂംമേറ്റ് എന്ന് പറഞ്ഞാൽ ബാബു സാറ്, അദ്ദേഹം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു. പിന്നെ പ്രദീപ് കല്ലറ, പിന്നെ ഒരു ജയൻ ആർട്ടിസ്റ്റ്. ഒരു കലാകാരന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ആ കലാകാരനെ സംബന്ധിച്ച് ഈ സമൂഹത്തിൽ നിന്ന് അംഗീകാരവും അതുപോലെ സ്നേഹവും അതിലൂടെ നിരവധി സൗഹൃദങ്ങൾ. അങ്ങനെയാണ് കലാകാരന്മാർ വളരുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോഴാണ് നമ്മള് പുറത്തേക്ക്. തീർച്ചയായിട്ടും സമൂഹം ഇല്ലെങ്കിൽ കലാകാരനില്ല അല്ലെ? അവന്റെ പ്രതിഭ തെളിയിക്കണമെങ്കിൽ സമൂഹത്തിന്റെ സപ്പോർട്ട് തീർച്ചയായും. എന്തായാലും നമ്മള് കലാകാരന്മാരല്ലേ, നമ്മള് സ്റ്റേജിലേക്ക് പോയി ഒന്ന് അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ടേ. സ്റ്റേജ് ഒരു വലിയൊരു വികാരമാണ്. എനിക്ക് ഞങ്ങളുടെ എന്താ പറയാ ഈ ചാനലില് അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, അങ്ങ് എപ്പോഴും അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന കുടുംബം, അതോടൊപ്പം അങ്ങയുടെ നാട് എവിടെയാണ് എന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും. എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്. പിന്നെ കുടുംബത്തില് വൈഫ് സ്മിത, പിന്നെ 2 മക്കളാണ്. മൂത്ത ആള് അജിൻ, BBA ഏവിയേഷൻ കോഴ്സ് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ പോകുന്നു. മോള് ഇപ്പം 5ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. അമ്മുക്കുട്ടിന്ന് വിളിക്കും, അനന്യരാജ്. രാജേഷ്, ഇപ്പോൾ കുടുംബവും നാടും എല്ലാം പറഞ്ഞു. അങ്ങയുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഒന്ന് പങ്കുവയ്ക്കാമോ? അത് ഏത് സ്കൂള്, കോളേജ്, അങ്ങനെ ഏത് മേഖലയാണ് പ്രവർത്തിക്കുന്നത്?
അത് സ്വാമിജി ഞാൻ പഠിച്ചത് പട്ടം സെന്റ് മേരീസ് ഹൈസ്കൂളിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുടുംബപരമായിട്ട്. പിന്നെ അവസാനം ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ തന്നെ ബിടെക് എഞ്ചിനീയറിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എഴുതിയെടുത്തു. അങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസ സംഭവങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ ഇവിടെ ഗൾഫിൽ വന്നപ്പോഴും അങ്ങനെ ആ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാജേഷിയെ പോലെ ഒരു നാടക പ്രവർത്തകൻ, അതായത് നടനും സംവിധായകനുമായിട്ട് പ്രവർത്തിച്ചുള്ള ഒരു വ്യക്തി പ്രവാസ ലോകത്തേക്ക് വരുന്നു. സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല, ജീവസന്ധാരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാവരും എത്തുന്നത്. ഏത് കാലഘട്ടത്തിലാണ് അങ്ങ് ഒമാനിലെത്തിയത്? സ്വാമിജി 2010 ഞാൻ ഒമാനിലേക്ക് എത്തുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോ ഈ നാടകക്കാരുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്കില്ല. നമ്മളിങ്ങനെ വന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തില് നമുക്ക് ഇന്ത്യൻ സോഷ്യൽ ക്ലബുമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നാടകത്തിലൊരു വേഷം ചെയ്യാൻ കിട്ടി. രാധേയൻ എന്ന് പറഞ്ഞ നാടകം സുനിൽകുമാർ ഇപ്പൊ അദ്ദേഹം ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഓരോരുത്തരും നമ്മളെ അറിയുന്നു, നിങ്ങളെ പോലുള്ളവരെ അറിയുന്നു. എനിക്കൊരു ടെലിഫിലിമിൽ ഒരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് പോലും സ്വാമിജി എന്നെ വിളിച്ചത് ഓർമ്മയുണ്ടോ? സുഹൃതം. അതും നമ്മള് ഈ കോവിഡ് ടൈം. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഈ സംവിധായകനായി കഴിഞ്ഞാൽ ആരും അഭിനയിക്കാൻ വിളിക്കില്ല. ആ കാലഘട്ടത്തിൽ പ്രകാശ് വി നായർ ചെയ്ത ഒരു സാധനത്തിൽ എന്നെ വിളിച്ച് ചോദിച്ചു. അതൊരു നല്ല അനുഭവമായിരുന്നു. പിന്നീട് ഓരോ സമയത്തും ആൾക്കാരെ നമ്മൾ ബന്ധപ്പെട്ടു, നമ്മൾ ഓരോ ഇതായിട്ട് ചെയ്തു. ഇതിഹാസം വരെ എത്തി നിൽക്കുന്നു. അപ്പൊ ഈ ഒമാനില് ഇതുവരെ എത്ര നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്? ഇവിടെ ഞാൻ ഏകദേശം ഒരു 5 നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. 5 നാടകങ്ങളില് 2 കുട്ടികൾക്കുള്ള നാടകം. ആദ്യം ചെയ്തത് കുരുത്തി എന്ന് പറഞ്ഞ നാടകമാണ് 2020. ഹേമന്തിന്റെ രചന. പിന്നെ ഇപ്പൊ 2023 ചെയ്തത് നമ്മുടെ ഇതിഹാസം. അതിനിടയ്ക്ക് അതെ എല്ലാരും വളരെ ഇഷ്ടപ്പെട്ട ഒരു നാടകം. ഒരു പ്രത്യേക ശൈലിയായിരുന്നു ആ നാടകത്തിന്. അത് എന്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു, ഷേക്സ്പിയറുടെ ജീവചരിത്രം. പിന്നെയുള്ള കുട്ടികൾക്ക് വേണ്ടി കണ്ണകി എന്ന് പറഞ്ഞ 50 കുട്ടികളെ വെച്ചിട്ടൊരു ഇംഗ്ലീഷ് ഡ്രാമ ബാലഭാരതിക്ക് വേണ്ടി ചെയ്തു. പിന്നെ ഏകാംഗ നാടകങ്ങൾ 2 ചെയ്തു. അപ്പൊ അങ്ങനെ എല്ലാം കൂടി ഒരു 4 നാടകങ്ങൾ ചെയ്തു. ഇപ്പൊ ഒരു പുതിയ പ്രൊജക്ടുകളായിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു വലിയ പ്രോജക്ടിന്റെ ഡിസ്കഷനിലാണ്. അത് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2026-27 ഒരു പുതിയ സംരംഭമുണ്ട്. അത് വളരെ തീഷ്ണമായിട്ടുള്ള ചർച്ചയാണ്. അപ്പൊ വെരി ഗുഡ്. എന്റെ എന്താ പറയാ, അന്താരാഷ്ട്ര അടുക്കള ഞങ്ങളുടെ എല്ലാവരുടെയും കൃത്യമായ ആശംസകളും എല്ലാ വിജയങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും സോമൻജിയും വേണം, കാണണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ പണിപ്പുരയിലാണ്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും ഗംഭീരമായിരിക്കട്ടെ പരിപാടി. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം ഗംഭീരമാണ്. തീർച്ചയായിട്ടും. രജി, ഈ സ്ഥാപനം ധനത് അല്ലത്തീർ സ്ഥാപനം ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? ധനത്തല്ലത്തീർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോള് അതിന്റെ കൂട്ടത്തിലുള്ളതാണ്. പാർട്ടി ഹാള്, ബർത്ത്ഡേ എല്ലാ ഫംഗ്ഷനും കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോള്. പിന്നെ ബേസിക്കലായിട്ട് എന്റെ ജോബ് എന്ന് പറഞ്ഞാൽ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡാണല്ലോ. അപ്പം നമ്മളെ സ്ട്രക്ചേർഡ് കേബിളിംഗ്, CCTV, അതുമായിട്ട് ബന്ധം PA സിസ്റ്റം, അങ്ങനെ കുറച്ച് വർക്കുകൾ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് വെളിയിൽ ചെയ്യുന്നുണ്ട്. സ്റ്റാഫുകളൊന്നും അധികമൊന്നും ആയിട്ടില്ല. തുടക്ക കാലഘട്ടമാണ്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ഒരു നല്ലൊരു സംരംഭമായി തീരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഏതായാലും ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളതുകൊണ്ട് ഇത്രയും സജ്ജീകരണങ്ങൾ ഒരുക്കൊണ്ട് വളരെ സമാധാനപരമായിട്ട് സംസാരിക്കാം. രജി, ഞാൻ രാജേഷിയെ പരിചയപ്പെടുന്നത്, കാണുന്നത്, അറിയുന്നത് ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ്. തീർച്ചയായിട്ടും ആ ഒരു നാടക കാലഘട്ടം എന്ന് ചെറുപ്പത്തിലേ തന്നെ തുടങ്ങി, സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്ന് അനുഭവം പറ്റുക. അത് നാടക കാലഘട്ടം എന്ന് പറയുന്നതിന് മുമ്പേ കഥകളി ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കല. കാരണം എൻ്റെ കുടുംബക്ഷേത്രത്തില് ആകെ ഉള്ളൊരു കലാരൂപം കഥകളിയാണ്. അഭ്യസിച്ചിട്ടില്ല, പക്ഷെ അവര് കളിച്ചിറങ്ങി പോകുമ്പം ആ സ്റ്റേജിൽ കിടന്ന് അഭ്യസിച്ചിട്ടുണ്ട്. അവരുടെ ഈ കമണ്ടിലും മുച്ചിലും ഒക്കെ താഴെ വീമ്പ് എടുത്ത് കെട്ടിവെച്ചിട്ടേ അങ്ങനെ ഒരു ഇതൊക്കെ അതിൽ നിന്നാണ്. കാരണം ഞാൻ കഥകളി കണ്ടാണ് വളർന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിന്റെ 4 വശത്തും അമ്പലങ്ങളാണ്. അപ്പം
നാടക വണ്ടി വരുമ്പോ പണ്ട് വള്ളി നിക്കറൊക്കെ ഇട്ട് ഓടുന്ന ഒരു കാലഘട്ടമാണല്ലോ നമ്മളെ ചെറുപ്പകാലത്ത്. സ്വാമിജിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ വണ്ടി വരുമ്പോ അതിന്റെ പുറകെ ഓടിയിട്ട് ഈ സ്റ്റേജിന്റെ സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ പുറകോട്ട് ചെല്ലും. ഗ്രീൻ റൂമിൽ കയറുക എന്ന് പറഞ്ഞാല് അവരൊക്കെ എന്താ ഇവിടെ പരിപാടി എന്നൊക്കെ ചോദിക്കും. അങ്ങനെ യതി ഉമാർ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, അറിയാം യതി ഉമാർ. അദ്ദേഹത്തിന്റെ ഒരു ദിവസം, ഇവർക്ക് എല്ലാ ദിവസവും നാടകമാണ് പണ്ട് കാലത്തെ. അദ്ദേഹം നന്നായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഈ വള്ളി നിക്കറൊക്കെ ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ സെറ്റിലെല്ലാം എടുത്ത് വെക്കുക. അപ്പൊ അതിലൊക്കെ ചെന്ന് ഇങ്ങനെ തൊടുമ്പോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് വേദി പങ്കിടാൻ പറ്റി. അപ്പൊ അദ്ദേഹം, ഞാൻ അദ്ദേഹത്തിനോട് ഈ കഥ പറഞ്ഞു. പറഞ്ഞപ്പോ അന്ന് നിന്നെ ഇറക്കി വിട്ടുകൊണ്ടാണ് നീ ഇന്നിപ്പോ ചെയ്തത്. ഓക്കെ, എനിവേ അങ്ങയുടെ ആ ഒരു ജീവിതത്തിന്റെ മീൻസ് കലാജീവിതം, നാടകത്തോടുള്ള ആഭിമുഖ്യം അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുകയാണ് അല്ലേ? ചെറുപ്പകാലത്ത്. അപ്പോ ഏത് കാലഘട്ടത്തിലാണ് നടനായിട്ട് വേദിയിൽ വന്നത്? നടനം അത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ നാടകമായിട്ട് ഒക്കെ കളിക്കുകയും നല്ല ബെസ്റ്റ് ആക്ടറിനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അമേച്ചർ രംഗത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ശാസ്ത്രാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ട് തെരുവ് നാടകങ്ങൾ വളരെ സജീവമായിരുന്നു. അത് കഴിഞ്ഞ് അമച്ചർ നാടകങ്ങൾ 1-2 കളിക്കുകയല്ല, സംവിധാനം ചെയ്തു. ചെറിയ അന്ന് നമ്മുടെ പല സ്കൂളുകളിലും നാടകം കളിക്കാൻ നമ്മൾ സംവിധാനം ചെയ്യാൻ വിളിക്കും. അപ്പം അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവാർഡുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സ്കൂളുകളിൽ. പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് ഏതൊക്കെ സമിതികളിൽ പ്രവർത്തിച്ചു? ഞാന് കൊല്ലം കാദംബരി, കാളിദാസ കലാകേന്ദ്രം, കലാകേന്ദ്രത്തിൽ വരെ. അതെ മുകേഷിന്റെ അച്ഛനുമായിട്ട് കളിക്കാൻ പറ്റി, മാധവ് സാറുമായിട്ട് കളിക്കാൻ പറ്റി എന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് വലിയൊരു കാര്യം. പിന്നെ ഫ്രാൻസിസ് ഏട്ടന്റെ നാടകങ്ങള്, പിന്നെ ദിനേശ് പിള്ളത്ത് അദ്ദേഹത്തിന്റെ നാടകം, പ്രദീപ് പണിക്കരുടെ നാടകം, അങ്ങനെ കുറെ സമിതികളിലൊക്കെ കളിച്ചു. അത് പ്രൊഫഷണൽ നാടകങ്ങൾ കുറെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഗൾഫിലേക്ക് വരുന്നത്. അതിലേക്ക് കടന്നു വരാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും പ്രൊഫഷണൽ നാടക രംഗത്തും അമേച്ചർ നാടക രംഗത്തും തെരുവ് നാടക പരിഷത്തിന്റെ തെരുവ് നാടകം, ഇങ്ങനെ ഒരു വളരെ എന്താ പറയാ ദീർഘമായിട്ടുള്ള അനുഭവ സമ്പത്തുണ്ട് നാടക രംഗത്ത്. തീർച്ചയായിട്ടും അനുഭവമാണല്ലോ, തീർച്ചയായും മറക്കാനാവാത്ത ചില അനുഭവങ്ങളും ഉണ്ടാവും. സോറി, ദീർഘമായിട്ടുണ്ടാവില്ല, കാരണം അറിയാം നമ്മളെക്കാളും കളിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും. എങ്കിലും ഇത്രയും പ്രൊഫഷണൽ നാടക രംഗത്ത് ഈ കാളിദാസ കലാകേന്ദ്രം പോലെയുള്ള ഏറ്റവും എന്താ പറയാ പ്രസിദ്ധവും അതുപോലെ മാധവൻ സാറിന്റെ ഒരു ശിക്ഷണത്തിലൊക്കെ നാടകം ചെയ്യാന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു അനുഭവം നാടകക്കാരൻ എന്നുള്ള രീതിക്ക് എനിക്കൊരു അനുഭവം കിട്ടിയ ഒരു ചെറിയ ഇതെന്ന് പറഞ്ഞാല്, നമ്മള് ഒരു സ്ഥലത്ത് നാടകം കളിച്ചിട്ട് വരികയായിരുന്നു. വരുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ നിന്ന് യാത്ര ചെയ്തിട്ട് വേണ്ടത്തേക്ക് വന്നു. അത് വണ്ടി കാളിദാസ കളിക്കുമ്പോൾ കാളിദാസയുടെ വണ്ടി കൊല്ലത്തേക്ക് പോവാം. അപ്പം കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി കയറി എനിക്ക് ട്രിവാൻഡ്രത്ത് വരണം. പിറ്റേന്ന് നാടകമുണ്ട്. ഭയങ്കര ക്ഷീണിതരാണ് ഞാൻ. അപ്പം ഞാൻ ബസ്സിൽ കയറി. അപ്പം ബസ്സിന് ഭയങ്കര റഷാണ്. അപ്പം ഞാൻ ടിക്കറ്റ് എടുത്ത് 100 രൂപ കൊടുത്തു. അന്ന് 40 രൂപ ഉള്ളൂ തിരുവനന്തപുരത്ത് ഇറങ്ങി കൊട്ടാരക്കര. അപ്പൊ ആ പൈസ കൊടുത്തിട്ട് ഞാൻ അങ്ങനെയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ എനിക്ക് ഒന്ന് മൂത്രം ഒഴിക്കണം. കാരണം ഈ നാടകം കളിച്ച് ഇങ്ങനെ വരുവാണ്, വെളുപ്പാങ്കാലമായി. അപ്പൊ നിലമേലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം അവരെല്ലാരും വണ്ടി നിർത്തി എല്ലാരും ഇറങ്ങിപ്പോയി. എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ വ്യഗ്രത കൂടിയത്. ഞാൻ എന്ത് പറഞ്ഞു, കണ്ടക്ടർ അടുത്ത് വണ്ടി നിർത്തണമെന്ന് പറഞ്ഞു. എന്നെ നിർത്തണമെന്ന് പറഞ്ഞു. നിർത്തി. പെട്ടെന്ന് തന്നെ ഞാൻ ഇറങ്ങി. ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് ഇവര് ബഹളം വെച്ചു. ഞാൻ പറഞ്ഞു വണ്ടി വിട്ടോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കി ഭയങ്കര ക്ഷീണം, ഒന്നും മയങ്ങിയാൽ മതി. കാരണം അന്ന് 400 നാടകങ്ങളൊക്കെ ഒരു വർഷം കളിക്കുന്നത്. ആകപ്പാട് 360 അങ്ങനെ ഒരു പണ്ട് ചായ്പില്ലേ, ഇങ്ങനെ തട്ടി പോലെ ആ ചായ്പിന്റെ ഒരു സ്ഥലം കണ്ടപ്പോ ഞാൻ അവിടെ കയറിയും കിടന്നങ്ങ് ഉറങ്ങി. ഈ കയ്യിലൊരു ബാഗുണ്ട്, സുഖമായിട്ട് കിടന്നു ഉറങ്ങി. ഒരു 7 മണിയായപ്പം അവന്റെ ആള് വന്നിങ്ങനെ തട്ടി വിളിക്കുക, എന്താണ് ഇവിടെ, വേറെ ഏതോ ആൾക്കാർ വന്ന് കിടക്കും പോലെയാ. ഞാൻ പറഞ്ഞു ക്ഷീണം കൊണ്ട് കിടന്നു പോയതാണ്. അപ്പൊ ഞാൻ ഒരു നാടകക്കാരനാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ ഡോർ തുറന്നുകൊണ്ടിരിക്കുക. പുള്ളിയുടെ മറ്റേ പലയൊക്കെ തുറന്നു വെച്ചിട്ട് എന്നെ ഒരുപാട് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അദ്ദേഹം. ഞാൻ വിചാരിച്ചു അടി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ തുറന്നു നോക്കിയപ്പോ എന്റെ പോസ്റ്റർ അവിടെ.
ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ദേ ഈ ഇരിക്കുന്ന ആളാണ് ഞാൻ. അതൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഒരു കലാകാരന് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. അദ്ദേഹം അപ്പൊ പറയണം, സോറി മോനെ, ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വെച്ചിട്ട് പോകും എന്ന് പറഞ്ഞാൽ അത് മറക്കാൻ പറ്റില്ല. അതാണ് നാടക ജീവിതത്തിൽ നമുക്കൊരു കലാകാരൻ എന്നുള്ള അംഗീകാരം കിട്ടുന്നത്. കാരണം ബാക്കി സ്റ്റേജിൽ വിളിച്ചൊക്കെ കാണിക്കും, അടിയിട്ടാതെ ഓടി. നല്ലൊരു അനുഭവമാണ്. ഇത് കൂടാണ്ട് അങ്ങ് നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിലേക്കൊന്ന് വരാമോ? അതെ, നമ്മൾ തന്നെ ഒരെണ്ണത്തില് അഭിനയിച്ചല്ലോ, സുഹൃതം. പിന്നെ ചെയ്തതെന്ന് വെച്ചാല് അഭിനയിച്ചത് ഉമ്മച്ചുകുട്ടി എന്ന് പറഞ്ഞൊരു ടെലിഫിലിം നാട്ടിൽ ചെയ്തു, പ്രസാദ് നൂറിനാട്, മുൻഷി രഞ്ജിത്തൊക്കെ ആയിട്ട്. പിന്നെ ചെയ്തതെന്ന് വെച്ചാല് സംവിധാനം ചെയ്തത് മാരത്തോൺ ഫോർ എ മീൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 32 ഫിലിംസിൽ ഞാൻ സംവിധാനം ചെയ്ത് രാജേഷ് കായംകുളം എഴുതിയ ഒരു ഇതിന് ഇവിടുത്തെ ഫിലിം സൊസൈറ്റിയിൽ നിന്ന് ഒരു അവാർഡ് ലഭിച്ചു. അതൊരു വലിയ അനുഭവമാണ്. പിന്നെ പല സ്ഥലങ്ങളിലും പ്രൊഫഷണൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈനാൻസ് സൊസൈറ്റികൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടിയ അംഗീകാരം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇന്ത്യൻ ഫിലിം സൊസൈറ്റി അല്ല, ഒമാൻ ഫിലിം സൊസൈറ്റിയിൽ ഒരു ഇന്ത്യക്കാരൻ വന്നിട്ട് അതൊരു വലിയ അംഗീകാരമാണ്. അങ്ങനെയൊക്കെ കുറച്ച് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കലാരംഗത്ത് ഒരു അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണല്ലോ, ഒരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ അങ്ങ് ഇപ്പൊ ഒമാൻ കൂടാണ്ട് മറ്റു വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? അല്ല, ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബഹ്റിനിൽ ഒരു മാസം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയെങ്കിലും കലാപ്രവർത്തനങ്ങളൊന്നും ദുബായിൽ എത്ര ആളുണ്ടായിരുന്നു? ദുബായിൽ ഒരു 6 വർഷത്തോളം. 6 വർഷം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അപ്പം ഇത്രയും നാളത്തെ ജീവിതാനുഭവവും കലാജീവിതാനുഭവവും എല്ലാം കൂടി ചേർത്ത് ഇപ്പം അങ്ങ് ഇവിടെയാണല്ലോ ഒമാനിലാണ്. അപ്പം പൊതുവിൽ പ്രവാസ ലോകത്തെ നാടക പ്രവർത്തനങ്ങളെ കുറിച്ച് അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസ ലോകത്ത് നാടകങ്ങൾ നടക്കുന്നത് ഒമാനിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കൊള്ളാം, കാരണം നമുക്ക് ഈ നാട് വിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് നാടകങ്ങൾ കാണാനുള്ള അവസരങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും കിട്ടുന്നു എന്നുള്ളതാണ്. നാടക പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും ചില ആൾക്കാർക്ക് പിച്ചിപ്പൂവായിരിക്കും ഇഷ്ടം, ചില ആൾക്ക് റോസാപ്പൂവായിട്ട്. പക്ഷെ വിമർശനങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പൂവിനെ കുറിച്ച് മാത്രം ആവരുത്. അതെ, കലാകാരന്മാർ ഒരിക്കലും വിമർശനത്തിന് അധീനരുമല്ല. അല്ല, ഈ പബ്ലിക്കിനെ വിമർശനം ചെയ്യുമ്പോൾ എനിക്കിപ്പം ബിരിയാണി ഇഷ്ടമാണ്, വേറൊരാൾക്ക് മീൽസ് ആണ് ഇഷ്ടം. എനിക്ക് ഇഷ്ടപ്പെടുന്ന ബിരിയാണി തന്നെ എനിക്ക് വിളമ്പണം എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കും. അല്ല, അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഈ നാടകം എന്ന മാധ്യമം ഏറ്റവും ശക്തമായ ഒരു മാധ്യമമാണ് അല്ലെ കലാരംഗത്ത്. എല്ലാ കലകൾക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. അതോടൊപ്പം തന്നെ നാടകം എന്ന മാധ്യമത്തിന് അതിന്റെ രാഷ്ട്രീയം, അത് പറയുന്ന കഥയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ജനത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ നാടകം എന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തില് ഒരു എന്താ പറയാ, പ്രവാസ ലോകത്തെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ അങ്ങനെ ഈ കണ്ടന്റ് സെലക്ട് ചെയ്യുന്നതിൽ, ഒരു കഥ സെലക്ട് ചെയ്യുന്നതിലൊക്കെ എത്രത്തോളം ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ളത്, അതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു അഭിപ്രായം? അത് ഇപ്പൊ ജാഗ്രത പുലർത്തുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എന്താണ് നാടകത്തിന്റെ തീഷ്ണത എന്ന് മനസ്സിലാക്കുന്നില്ല. മീൻസ് നാടകം എപ്പോഴും നമ്മളെ എനിക്ക് തോന്നുന്നു വളരെ ലാഘവത്തോടു കൂടി കാണുന്നു എന്ന് തോന്നുന്നല്ലേ? അതെ അതെ അതെ, എല്ലാവർക്കും വളരെ എന്തെങ്കിലും കിട്ടുക, കളിക്കുക, അതല്ലല്ലോ നാടകം എന്ന് പറഞ്ഞാൽ. പബ്ലിക്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് മെസ്സേജ് കൊടുക്കാൻ പറ്റും ഈ കാലഘട്ടത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പഴയ കാലഘട്ടത്തിലേയും കൊടുക്കാം. വിപ്ലവങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന നാടകങ്ങളിൽ ഈ നാടകം എന്ന് പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ഒരു ചെറിയൊരു എനിക്ക് തോന്നുന്നത് തീർച്ചയായും സന്ദേശം കൊടുക്കണം എന്ന അങ്ങനെ ഒരു നിഷ്കർഷ ഉണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു പറയുന്ന കഥ ഇപ്പൊ ഷേക്സ്പിയർ അങ്ങ് ചെയ്തു. ഷേക്സ്പിയർ എന്ന് പറയുന്ന മഹാനായ വിശ്വസാഹിത്യകാരന്റെ ജീവിതത്തിനെ പകർത്തുകയായിരുന്നു അല്ലെ? അപ്പൊ നാടകത്തിൽ ഞാൻ അതിനെ ഇത് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒറ്റ വാക്യം ഞാൻ പറയാം, ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യുക. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം വെച്ചാല് പബ്ലിക്കിനെ വിളിച്ചിരുത്തിയിട്ട് നമ്മള് വളരെ ഇതായിട്ട് കാണിക്കുക, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നും. അപ്പൊ ഈ കാലഘട്ടത്തിൽ എനിക്ക് ആ ഉത്തരമാണ് കിട്ടിയത്. ഇപ്പൊ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറെ ഉണ്ട്. ഇപ്പൊ നാടകം എന്ന മാധ്യമമായതുകൊണ്ട് അതിന്റെ ഓരോ ക്രാഫ്റ്റും അതിന്റെ മേക്കിങ്ങും അതിന് വേണ്ട സജ്ജീകരണം, അതിന്റെ ഒരു കൂട്ടായ്മ. നാടകം ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. നാടകത്തിൽ അഭിനയിക്കുന്നവരെക്കാൾ കൂടുതൽ
ആളുകൾ നാടകത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ വേണം. തീർച്ചയായും സോമൻജി ഈ പറയുന്ന എന്താണെന്ന് അറിയാം, സോമൻജി നമ്മളൊക്കെ ഒരു കലാകാരനായതുകൊണ്ട് മാത്രം പറയുകയാണ്. അല്ല, നമ്മൾ മറ്റുള്ളവർ കലാകാരന്മാരല്ലെന്നുള്ളല്ല, നമ്മൾ പബ്ലിക്കിന് ഒരു സാധനം കൊടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് താങ്ങുമോ, നമുക്ക് കൊടുക്കാൻ കഴിയും, ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മളത് എടുത്തു വെക്കാൻ. എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ രാജേഷ്, ഇനി വരാനിരിക്കുന്ന എല്ലാ പ്രൊജക്ടുകൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം ഇന്നിപ്പോൾ അന്താരാഷ്ട്ര അലക്കിളിയുടെ ഈ എപ്പിസോഡിൽ മിഴി തുറക്കും വഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ പങ്കെടുക്കുകയും അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. എല്ലാവിധ നന്മകളും ഒരിക്കൽ കൂടി നേരുന്നു. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം സോമൻജി. അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും വഴികളിലൂടെ എന്നെ പരിചയപ്പെടുത്താൻ കാണിച്ച സന്മനസ്സിന് സോമൻജിക്കും സീമയ്ക്കും പിന്നെ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റോ സാറിനും ഇത് എഡിറ്റ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഉണ്ണി ചേലക്കറിക്കും പിന്നെ ഇതിൻ്റെ ബാക്കി പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൂടാതെ എല്ലാ പ്രേക്ഷകരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ളവരെ, അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും വഴികളെന്ന ഈ അഭിമുഖ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട സംവിധായകനും അഭിനേതാവും മികച്ച സംഘാടകനുമായ ശ്രീ രാജേഷ് ബാലകൃഷ്ണനാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം. മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ, മിഴി തുറക്കും മൊഴികൾ.